ഉണക്കത്തിന് പറ്റിയോ? ഇല്ല, പറ്റിയില്ല. ആശാനെ, എന്തെങ്കിലും ചില്ലറ കൊടുത്തേക്ക് ആശാനെ, പലതും വാങ്ങി കഴിച്ചോട്ടെ. ഇത് വെച്ചോളൂ, കൊച്ചിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. സാറന്മാരെ ദൈവം രക്ഷിക്കും. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഈ കൊട്ടേഷൻ പരിപാടിക്ക് കൂട്ടുനിന്നത്? സത്യം പറഞ്ഞില്ലെങ്കിൽ അറിയാലോ, നിന്റെ വീട്ടിലിരിക്കുന്നവരെ വരെ ഞാൻ പിടിച്ചകത്തിടും. ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചത് രംഗനാ. രംഗൻ പറഞ്ഞിട്ടാ ഗർഭിണിയായിട്ട് ഞാൻ അഭിനയിച്ചത്. 2000 രൂപയും തന്നു. ഈ രംഗൻ ചേട്ടനെ ഇപ്പൊ എവിടെ പോയി കാണാൻ പറ്റും? രംഗൻ ദുഷ്ടനാ സാറേ. സാറിനെ പോലുള്ളവർക്കൊന്നും മുട്ടാൻ പറ്റില്ല. അത്രയ്ക്ക് മര്യാദ കേട്ടവനാ. എടാ കമല, അത്രയ്ക്ക് മര്യാദ കേട്ടവനാണെങ്കിൽ അവനൊന്നും മര്യാദ പഠിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിപ്പിക്കണം ആശാനെ. അവൻ നിങ്ങളെ ഈ ജോലി ഏൽപ്പിക്കാൻ വന്നപ്പോ അവന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും സ്ത്രീയോ മറ്റോ? നല്ല പൊക്കമുള്ളൊരു പോലീസുകാരനുണ്ടായിരുന്നു. അത് പോലീസുകാരെന്ന് എങ്ങനെ മനസ്സിലായി? ഈ രംഗൻ സാറേന്ന് വിളിക്കണമെങ്കിൽ അത് പോലീസുകാരെ മാത്രമാ. പോലീസുകാർക്ക് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്നവനാ ഈ രംഗൻ. പിന്നെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവരാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത്. ഒരു സംശയം വേണ്ട ഇടത്തി, പെണ്ണ് സുസ്മിത തന്നെ. പിന്നെ പൊക്കമുള്ള പോലീസുകാരൻ. അത് നിനക്ക് മനസ്സിലായില്ലടാ. അതേത് ഉറക്കത്തിലും പറയാം, ചന്ദ്രബോസ് എന്ന ഘടാഘടിയനാന്ന്. ഇവളെയാണോ അന്ന് രംഗന്റെ കൂടെ കണ്ടത്? അതെ, ഇത് തന്നെയാ. ചെയ്തവനെയും ചെയ്യിച്ചവരെയും വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്താ വിഷ്ണുട്ടന്റെ അടുത്ത് നീക്കം? നമുക്കേ ആ രംഗനൊന്ന് കാണണ്ടേ? ഇവന് കിട്ടിയ അടിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോ 60% രംഗന് അവകാശമുള്ളതാ, അല്ലടാ? അത് 100% ആക്കിയാലേ എനിക്കൊരു കുഴപ്പമില്ല ആശാനെ. അതേടോ, 100-ൽ 100 എത്തുമ്പോഴാ നമ്മൾ ഏറ്റെടുത്ത പണി വിജയത്തിലെത്തിയെന്ന് പറയാൻ പറ്റുന്ന. കൊടുത്തേക്കാം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? എങ്ങോട്ട്? ജംഗന്റെ തട്ട് കത്തിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒന്ന് പരിചയപ്പെട്ടിരിക്കണത് നല്ലതാന്നേ. പോവാം. അണ്ണാ, നമ്മുടെ പയ്യന്റെ കാര്യത്തിനെ ആ കമ്മീഷണറിനെ വിളിച്ച് പറയണേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി അവനെ പൊക്കിയ അച്ഛനെ മോനെ ഞാൻ ഇടിക്കും. അണ്ണൻ തന്നെ പറ. എടാ, എനിക്ക് വാ കൊണ്ട് പറയാൻ അറിയില്ല, കൈ കൊണ്ട് പറയാന്ന് വെച്ചാ അതിനുള്ള ആരോഗ്യം അവനില്ല. ഇവളെന്താടാ കാറില്? വല്ല കോളും കൊണ്ടുള്ള വരവായിരിക്കും. നടക്ക്. രംഗണ്ണ, ഇവരൊരു ആവശ്യം പറഞ്ഞു വന്നിരിക്കുക. അണ്ണനൊന്ന് സഹായിക്കണം.
ആ ഗുലാനാണല്ലോ ചന്ദ്ര. അപ്പ ഇത്തിരി വെള്ളം കുടിക്കും. ഒരു വണ്ടിയില് കുറച്ച് സ്പിരിറ്റ് വെക്കണം. ഒരു സ്ത്രീയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഒരു സുസ്മിത. പറഞ്ഞ രംഗണ്ണൻ അറിയാന്ന് പറഞ്ഞു. വള്ളിയാണല്ലോ അണ്ണാ. എങ്കി ഇവളെ ഇവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോയിട്ട് വരുവാ. ഇത് സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ പൊന്നുമോള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? തിരിച്ചു ചെല്ലണമെന്ന് ഒട്ടും ആഗ്രഹമില്ലേ? വന്നു പോയില്ലേ, ഇനി തിരിച്ചു ചെല്ലാതിരിക്കുന്ന എങ്ങനെയാ? അപ്പൊ ഉറപ്പിച്ചു ഞങ്ങളെ മേഡം കൊണ്ടുപോകാൻ തന്നെ വന്നതല്ലേ? കൊണ്ടുപോകാതെ തരവില്ലല്ലോ രംഗ. ഇച്ചിരി പാടുപെടേണ്ടി വരും. അത് കുഴപ്പമില്ലണ്ണ, ഞങ്ങളെ തോളെ കയറ്റിങ് എടുത്തോളാം. വാടാ. എന്നാ മക്കളൊന്ന് ശ്രമിക്കേ. അണ്ണാ, അണ്ണന്റെ ഒക്കെ കലാവിരുദ്ധമുണ്ടേ പോലീസിന്റെ കയ്യിൽ നിന്ന് അടിയിട്ട് ഇതെന്റെ ഈ ചെക്കനാ. അറിയോ, പാവം പിടിച്ചവന് കിട്ടിയ അടിയുടെ പകുതി അവകാശി അണ്ണനാ. അത് അണ്ണൻ സന്തോഷത്തോടെ വാങ്ങിക്കണേ. എന്നാ പിന്നെ മക്കൾ അടിക്ക, അണ്ണൻ വാങ്ങിക്കാം. ഡേ, നിനക്കല്ലേ കിട്ടിയത്, എന്നാ നീ എന്നെ കൊടുത്തോ. യാശാൻ പറഞ്ഞാ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തോ നട ഇത്ര ബിൽഡപ്പ് കൊടുത്തിട്ട് സ്റ്റാർട്ടിംഗ് ട്രബിൾ ആശാനെ. എന്നാ പിന്നെ രംഗനെ തല്ലിയിട്ട് നേരെ ചൊവ്വേ നീ ഇവിടുന്ന് പോകുന്നു കരുതുന്നുണ്ടോ? എടാ, നിന്റെയൊക്കെ ബോസ് ACP ചന്ദ്രബോസിനെ തല്ലിയിട്ടേ അവന്റെ മുന്നിൽ കൂടെ തേരാപ്പാര നടന്നവനായി ഞാൻ. നീയൊന്നും തൊടില്ലടാ വിഷ്ണുവിനെ, കാരണം ഞാൻ ആരാണെന്ന് അവനറിയാം. ഇനി നീയും അറിയും.
കമല ഡേ കമല, ഇവന്മാരെയൊക്കെ വലിച്ചൂട്ടിയെടുക്ക്. വല്ല പെട്ടിവണ്ടി വിളിക്കേണ്ടി വരും. ഡേയ്, നിങ്ങളുടെ കൂടെ വേറൊരുത്തരും കൂടി ഉണ്ടായിരുന്നല്ലോ, അവനവിടെ? പറയാം. സാറേ. ശാരദാമ്മ, ഇത് സാബൂറി സാർ, തൃപ്തി കറി മസാല കമ്പനിയുടെ MD ആണ്. ഓ, ഞങ്ങൾക്കിപ്പോ നല്ല 2 ചായ വേണം. അതിനെന്താ കുറുപ്പ് സാറേ, കയറിയിരിക്കെ, ഞാനിപ്പോ എടുക്കാം. സാർ വരൂ. വരൂ. ഇരിക്കേ സാറേ. ഇതൊരു ചെറിയ കടയായതുകൊണ്ടേ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഇത്രേ ഉള്ളൂ സാറേ. അതെ, ചുറ്റുപാടുകളേക്കാൾ കൊടുക്കുന്ന ആഹാരത്തിലല്ലേ കാര്യം. അത് ശുദ്ധവും വൃത്തിയുള്ളതുമാണെങ്കിൽ ഭക്ഷണം എവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ? കഴിക്കുന്നവന് സന്തോഷം കിട്ടണം. ആരോഗ്യകരവും ഫ്രഷ് ആയിട്ടുള്ളതും ന്യായയുക്തവും സാധാരണക്കാരന് താങ്ങാനാവുന്ന വിലയുള്ളതുമാണെങ്കിൽ കഴിക്കുന്നവന് സന്തോഷമേ താനേ വന്നോളും. അങ്ങനെയാണെങ്കിൽ ശാരദാമ്മയുടെ ഈ കടയിൽ വരുന്നവരെല്ലാം സന്തോഷം കിട്ടിയിട്ട് പോകുന്നവരാ സാറേ. അത് ഇവിടെ വരുന്നവരോട് ചോദിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. ഇതാ സാർ ചായ. സാറ് ഇതൊന്ന് കുടിച്ചു നോക്കിയിട്ട് നമ്മൾ വന്ന കാര്യം പറഞ്ഞാ മതി. ഈ ചായയിലുണ്ട് സാറേ ശാരദാമ്മയുടെ കൈപുണ്യം. ഞാൻ ശുദ്ധഭക്ഷണത്തിന് ഒരുപാട് പരിഗണന നൽകുന്ന ഒരാളാ. അത് കൃത്യമായി ഉണ്ടാക്കുന്നവർക്ക് പരിഗണനയും അതോടൊപ്പം ബഹുമാനവും നൽകും. ശാരദാമ്മയെക്കുറിച്ച് കുറുപ്പ് സാർ പറഞ്ഞ് കുറച്ചധികം ഞാൻ കേട്ടു. ഇപ്പോ കണ്ടു ബോധ്യപ്പെടുകയും ചെയ്തു. ശാരദാമ്മേ, ഇനി വന്ന കാര്യം പറയാം. തൃപ്തി മസാല എന്ന പേരിൽ സാർ ഒരു മസാല കൂട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. മക്കളുമായിട്ട് ശാരദാമ്മ അതിൽ പങ്കെടുക്കണം. അയ്യോ കുറുപ്പ് സാറേ, ഞാനില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മത്സരമായിട്ട് കാണാനൊന്നും എനിക്ക് പറ്റില്ല. അതൊരു ജോലിയായിട്ട് പോലും ഞാൻ കണക്കാക്കിയിട്ടില്ല. എന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർത്തവ്യം, അങ്ങനെ കാണാനേ എനിക്ക് പറ്റൂ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കറിയാം ശാരദാമ്മ ഇതേ പറയൂന്ന്. അത് ഞാൻ സാബു സാറിനോട് പറയുകയും ചെയ്തല്ലോ. ഇപ്രാവശ്യത്തെ പ്രൈസ് മണിയും കൂട്ടിയിട്ടുണ്ട്. മത്സര വിജയിക്ക് കമ്പനി കൊടുക്കുന്നതേ 10 ലക്ഷമാ. 10 ലക്ഷം രൂപ. അതെ, ചെറിയൊരു തുകയല്ല. തുകയുടെ കാര്യത്തിലല്ല സാറേ, അതിപ്പോ 1 രൂപയുടെ പ്രൈസ് മണി ആണെങ്കിലും നമുക്ക് അതിനോട് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. എനിക്ക് പാചകം വെറും ഒരു നേരം പോക്കല്ല സാർ, അതെന്റെ ജീവിതമാ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. കുറുപ്പ് സാർ എനിക്ക് ഗുരുതുല്യനായ ഒരാളാ. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ശാരദാമ്മ ഈ മത്സരത്തിൽ പങ്കെടുക്കണം. പങ്കെടുത്തേ ഒക്കൂ. അതെ ശാരദാമ്മേ, ശാരദാമ്മയോട് സാബു സാർ ഈ ആവശ്യപ്പെടുന്നത് വലിയൊരു കല്യാണ സദ്യക്ക് ഭക്ഷണം ഒരുക്കാനൊന്നുമല്ല. പാചകത്തിലെ ശാരദാമ്മയുടെ കൈപുണ്യം
ഈ നാട്ടുകാരെ മാത്രം അറിഞ്ഞാൽ പോരാ, അത് മറ്റുള്ളവരിലേക്കും ചെന്നെത്തണം. ഒരുപാട് മത്സരങ്ങളിൽ സാബു സാറിന്റെ പ്രതിനിധിയായി കേരളത്തിന് പുറത്തുമൊക്കെ എത്തിച്ചേരണം. അതിന് ശാരദാമ്മയ്ക്കേ കഴിയൂ. അതിന്റെ കാരണം ശുദ്ധമായ ഭക്ഷണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാബു സാറിന്റെ കമ്പനിയും നടത്തുന്ന ശ്രമങ്ങളും അതിനുവേണ്ടി എടുക്കുന്ന കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കലർപ്പില്ലാത്ത ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാബു സാറിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനാ ശാരദാമ്മയെ ഞങ്ങൾ വിളിക്കുന്നത്. വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇത്, തട്ടിത്തെറിപ്പിക്കരുത്. എനിക്കറിയാവുന്ന ശാരദാമ്മ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച ആളാണ്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ശാരദാമ്മയ്ക്ക് വേറൊരു വഴി വരാനില്ല. കാരണം ഇതിന് സെലക്ട് ആയി കഴിഞ്ഞാൽ കേരള ഓഫീസിലെ ഫുഡ് സെക്ഷനിൽ ശാരദാമ്മയ്ക്കൊരു സീറ്റ് ഉറപ്പാന്നേ. അവിടെ ഇരുന്ന് മറ്റുള്ളവരെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കാന്നുള്ള ഒരു ജോലിയെ ശാരദാമ്മയ്ക്ക് പിന്നുള്ളൂ. എന്റെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എനിക്ക് എന്റെ കൂടപ്പിറപ്പിനെ പോലെയാ കുറുപ്പ് സാറേ. അതേതൊക്കെ രീതിയിൽ മാറ്റാൻ പോയാലും മാറില്ല. പിന്നെ കുറുപ്പ് സാറിന് തന്നെ അറിയാലോ, വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല. എളിയ ജീവിതമായാലും സ്വസ്ഥതയും സമാധാനവും വേണമെന്നുണ്ട്. അതെനിക്ക് എന്റെ ഈ കൊച്ചു ലോകത്ത് നിന്ന് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ദയവായി എന്നെ ഒന്ന് ഒഴിവാക്കണം കുറുപ്പ് സാറേ. അയ്യോ, ഇതൊരു ധിക്കാരമായിട്ടൊന്നും കാണരുത്. കാരണം വലിയ ആളുകളുടെ ലോകത്ത് ജീവിക്കാൻ എനിക്കെപ്പോഴും പേടിയാ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാ ഞാൻ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളാവും. എന്നെ ഇനി നിർബന്ധിക്കരുത്. അത് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. കുറുപ്പ് സാറേ, ഇനി ശാരദാമ്മയെ നിർബന്ധിക്കണ്ട. കുറുപ്പ് സാർ എനിക്ക് ഗുരുതുലനായ ഒരാളാ. ഇദ്ദേഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ശാരദാമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും പങ്കെടുക്കാം. ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. നമ്മളെ തേടി വരുന്ന ഭാഗ്യം തട്ടിത്തെറിപ്പിക്കരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ഇനിയെല്ലാം ശാരദാമ്മയുടെ ഇഷ്ടം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി സാർ. എത്ര കാലം അവനിങ്ങനെ മാളത്തിൽ ഉടുത്തിരിക്കാൻ പറ്റൂടോ? ഏത് മാളത്തിലായാലും ഒരിക്കലും അതിനകത്ത് വെള്ളം കയറില്ലേ? ഇതൊന്നും വേണ്ട. ഈ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി പരീക്ഷത്ത് രാജാവ് കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളൊക്കെ താൻ ഓർക്കുന്നില്ലേ? എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചു. ഒടുവിലെ ഒരു പുഴുവിന്റെ രൂപത്തിലെ തക്ഷകൻ വന്ന് നൈസായിട്ട് പണി കൊടുത്തിട്ട് പോയില്ലടോ. ഇവിടെ തക്ഷകൻ എന്ന സർപ്പം ഞാനാണോ ഉപദ്ര? പരീക്ഷത്ത് രാജാവ് വിഷ്ണു. അവനെ എവിടെ പോയി വിളിച്ചാലും അവനെ പിന്തുടർന്ന് ഞാൻ തീർക്കും. അതെനിക്ക് കിട്ടിയൊരു വരവാടോ, അറിഞ്ഞു തന്ന വരം. അവനെ ലോക്കപ്പിലിട്ട് ചതയ്ക്കാനുള്ള അവസരമാ ഓരോ ദിവസം കഴിയും തോറും ചന്ദ്രബോസെ തനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് കയ്യും കെട്ടിയെന്ന് കുറെ വാങ്ങിച്ചിട്ടില്ലേ? അതൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് തനിക്ക് ഒരിക്കലെങ്കിലും തോന്നുന്നില്ലേ? ഇനി ഇങ്ങനൊരു അവസരം തനിക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഏത് ഗുഹയിൽ നിന്നാണെങ്കിലും അവനെ പുകച്ച് പുറത്തു ചാടിക്കണം. എടോ, ഇന്നത്തെ ഒരു രാത്രി കൂടി എനിക്ക് താ. പോലീസുകാരുടെ മുഴുവൻ ഉറക്കം കെടുത്തിട്ടായാലും അവനെ ഇന്ന് പൊക്കിയിരിക്കും. ഇത് ചന്ദ്രബോസാണോ പറയുന്നേ? ACP ചന്ദ്രബോസ്. കാണട്ടെ തന്റെ മിടുക്ക്. സർ,
ഇന്ന് നമ്മുടെ കൈ കിട്ടുമവന്, ആ വിഷ്ണുവിനെ. ജീപ്പ് ഇറക്കി എന്റെ പിന്നാലെ വന്നോണം. 3-4 പോലീസുകാരെ വിളിച്ചോ. ഇന്നവനെ കണ്ടെത്തി നഗരത്തിലൂടെ ഒരു ഇടിവെട്ട് പ്രദക്ഷിണം ഞാൻ നടത്തും. നടു നിവർത്തി ഇനി അവൻ എഴുന്നേറ്റ് നടക്കണ്ട. സാർ